നമസ്കാരം, ഞാൻ സ്വാതി വിജേഷ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് ഭരതനാട്യത്തിന്റെ ബേസിക്സിനെ കുറിച്ചൊരു ക്ലാസ്സുമായിട്ടാണ്. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാം. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് എന്താണ് ഭരതനാട്യം എന്നൊന്നറിയാം. ഭാവം, രാഗം, താളം എന്നിവ ഒത്തിണങ്ങിയ ഒരിനമാണ് ഭരതനാട്യം. ഭരതമുനിയാൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ ഇതിനെ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്നു. ഇത് ഭരതനാട്യത്തെ കുറിച്ചൊരു കുഞ്ഞു തിയറിയാണ്. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു തിയറികൾ വരും ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നമസ്കരിക്കുക. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കുക. നന്നായിട്ട് കാലൊക്കെ അടുപ്പിച്ച് വെച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ബോഡി ഇരിക്കുക. ഇനി കൈയാണ് ശ്രദ്ധിക്കേണ്ടത്. കൈ എപ്പോഴും നമ്മൾ ഷോൾഡറിനൊപ്പം പൊക്കി പിടിക്കുക, ഒരു എൽ ഷേപ്പില് പിടിക്കുക. ഇനി കൈയിലേക്ക് വേണ്ട മുദ്ര നമുക്ക് നോക്കാം. നമ്മുടെ തം ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഇത് ക്ലോസ് ചെയ്യാം. ബാക്കി രണ്ട് ഫിംഗർ സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കുക. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ തം ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗർ ഇത് മൂന്നും ക്ലോസ് ചെയ്യാം. ഇതും കൂടെ പറയാം. തം ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ ഇത് ക്ലോസ് ചെയ്യാം. ബാക്കി രണ്ട് ഫിംഗറും സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാം. ഇതിന് കടകാമുഖം എന്ന് പറയും ഈ മുദ്രയ്ക്ക് കേട്ടോ. അപ്പോ ഇതുപോലെ തന്നെ, അതായത് ഈ റൈറ്റ് ഹാൻഡ് പിടിച്ചേക്കുന്ന സെയിം തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലും പിടിക്കുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിന് നേരെ പാരലായിട്ട് രണ്ട് കൈയും പിടിക്കുക. എന്ന് വെച്ചാൽ ചെസ്റ്റിനൊപ്പം അടുപ്പിച്ച് പിടിക്കല്, കുറച്ച് അകത്തി പിടിക്കുക. ഇനി നമ്മള് കാലാണ്. അപ്പൊ നമ്മള് കൈ ഇങ്ങനെ പിടിച്ചു. ഇനി നമുക്ക് കാലില് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ കാലിലോട്ട് ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമ്മൾ കാല് അടുപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ കാല് നന്നായിട്ട് ഉയർത്തി ചവിട്ടുക. 1. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിലെ വലതുവശത്തെ കാല് ഉയർത്തി ചവിട്ടുക. 1. ഇനി ലെഫ്റ്റ് സൈഡിലെ ഇടതുവശത്തെ കാല് ഉയർത്തി ചവിട്ടുക. 2. ഇങ്ങനെ ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാലകന്നു പോകരുത്, അടുപ്പിച്ച് തന്നെ വച്ചോളണം. 1. അപ്പോ വലത്തെ കാല് ഉയർത്തി ചവിട്ടുക. 1. ഇടത്തെ കാല് ഉയർത്തി ചവിട്ടുക. 2. ഇനി കൈയുടെ മുദ്ര ചേഞ്ച് ചെയ്യണോ നോക്ക. നമ്മുടെ തമ്പ് മാത്രം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, ബാക്കിയെല്ലാം അടച്ചു പിടിക്കാം. ഇതുപോലെ തന്നെ ചെസ്റ്റിന് നേരെ പിടിക്കാം. ഇനി ഷോൾഡറിന്റെ മുകളിലേക്ക് ഈ കൈ വെക്കാം. ഇനി നമുക്ക് കാല് ശ്രദ്ധിക്കാം. അപ്പോ കൈ ഇങ്ങനെ പിടിക്കാം. അത് കഴിഞ്ഞിട്ട് കൈ ഷോൾഡറിലേക്ക് വെക്കാം. ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ഇങ്ങനെ ഇരിക്കുന്ന കൈ നേരെ ഷോൾഡറിലേക്ക് വെക്കാം. ഇനി നമുക്ക് കാല് ശ്രദ്ധിക്കാം. ഇനി കാല് ശ്രദ്ധിക്കാം. നേരെ ഇരിക്കുന്ന കാല്, അതായത് അടുത്ത് വെച്ചിരിക്കുന്ന കാല് രണ്ട് സൈഡിലോട്ട് ചെരിച്ചു വെക്കാം. ഒന്നും കൂടെ ശ്രദ്ധിക്കാം. അടുപ്പിച്ച് വെച്ചിരിക്കുന്ന കാല് രണ്ട് സൈഡിലോട്ട് ചെരിച്ച് വയ്ക്കുക. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലേക്ക് കാല് ചെരിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ കാലിന്റെ വിരല് നേരെ താഴത്തേക്ക് ഇങ്ങനെ കുത്തിവെക്കുക. കാലിന്റെ വിരല് ഒപ്പം പതുക്കെ ഇരിക്കുക.
കൂടെ കൈ ചുറ്റിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരാം. ഒന്നുകൂടെ കാണിച്ചു തരാം. കാല് രണ്ട് സൈഡിലേക്ക് ചെരിച്ചു വെച്ചിരിക്കുന്നു. കൈ ഷോൾഡറിൽ ഇരിക്കുകയാണ്. നമ്മുടെ കാലിന്റെ വിരല് ഇങ്ങനെ കുത്തി വെച്ചേക്ക. എന്നിട്ട് പതുക്കെ താഴേക്ക് ഇരിക്കുക. ഒപ്പം കൈ ഫ്രണ്ടിൽ കൊണ്ടുവരാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, മാക്സിമം മുട്ട് രണ്ട് സൈഡിലേക്ക് ചെരിച്ചു വെക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ കൈ ഫ്രണ്ടിലാണ്. ഇനി മുദ്ര ചേഞ്ച് ചെയ്യണം. അടുത്ത മുദ്ര കൈ ശ്രദ്ധിക്കാട്ടോ. ഈ നടുക്കത്തെ 3 വിരല് ഇങ്ങനെ പിടിക്കാം. ഇനി അപ്പൊ നമ്മള് മുദ്ര ചേഞ്ച് ചെയ്യാണ്. ഇങ്ങനെ ഇരുന്ന മുദ്ര ദാ നോക്കൂ, ഇങ്ങനെ നടുക്കത്തെ 3 വിരല് താഴ്ത്തുക. ചെറിയ വിരല് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. തം ഫിംഗർ ഇങ്ങനെയും പിടിക്കാം. ഒന്നുകൂടെ നോക്കുക. 3 വിരല് നേരെ താഴ്ത്തി പിടിക്കുക. ചെറിയ വിരല് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. വലിയ വിരല് ഇതാ ഇങ്ങനെ പിടിക്കുക. ഇത് രണ്ട് കൈയിലും പിടിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കണു. ഇനി മുദ്ര ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇങ്ങനെ രണ്ട് കൈയിലും പിടിച്ചു. ഇനി താഴെ തൊട്ട് രണ്ട് കണ്ണിലേക്ക് വെക്കാം. ഒന്നും കൂടെ നോക്കാം. താഴെ തൊട്ട് കണ്ണിൽ വെക്കാം. ഇനി ഇങ്ങനെ പിടിക്കാം. ഈ കൈയ്യ് ചുറ്റിച്ച് തലയുടെ മുകളിലായിട്ട് തൊഴുത് പിടിക്കാം. അതും കൂടെ നോക്കാം. ഇവിടുന്ന് കൈ ചുറ്റിച്ച് തലയുടെ മുകളിൽ വെച്ച് ഇനി ആ കൈ പതുക്കെ താഴത്തോട്ട് കൊണ്ടുവരാം. ചെസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവരാം. നമ്മള് പതുക്കെ എണീക്കുക. അപ്പോ ആദ്യത്തെ പൊസിഷനിലേക്ക് തിരിച്ചു പോവാം, സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം എങ്ങനെ നമസ്കരിക്കുന്നത്. ആദ്യം കൈ ചെസ്റ്റിന് നേരെ പിടിക്കുക. മുട്ടൊക്കെ പൊക്കി പിടിക്കുക. വലത്തേക്കാൽ ഉയർത്തി ചവിട്ടുക. 1. ഇടത്തേക്കാൽ ഉയർത്തി ചവിട്ടുക. 2. ഇനി മുദ്ര ചേഞ്ച് ചെയ്യാം. രണ്ട് സൈഡിലോട്ട് കാല് വെക്കുക. ഒപ്പം കൈ ഷോൾഡറിലേക്ക് പോവാം. ഇനി പതുക്കെ താഴത്തോട്ട് ഇരിക്കുക. മുട്ട് നല്ലതായിട്ട് വിരിച്ചു വെക്കുക. ഷോൾഡറിൽ ഇരിക്കണ കൈ ചുറ്റിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരാം. മുദ്ര ചേഞ്ച് ചെയ്യുക. താഴത്തോട്ട് രണ്ട് കണ്ണിലേക്ക് വെക്കുക. ഇനി നെഞ്ചിന് നേരെ കൈ പിടിക്കുന്നു. തൊഴുക. കൈ ചുറ്റിച്ച് തലയുടെ മുകളിൽ കൊണ്ടുവരാം. പതുക്കെ എണീക്കുക. കാല് അടുപ്പിച്ച് വെക്കുക. എങ്ങനെ നമ്മൾ ആദ്യം നിന്നു അതേ പൊസിഷനിലേക്ക് തിരിച്ചു വരണം. അപ്പോ ഇതാണ് നമസ്കാരം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരും. നന്ദി, നമസ്കാരം.